കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താ വന്ദേ ഗുരുപരമ്പരാ. മല്ലിയോപാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവതനിനാഥം നൗമിതം. ശ്രീശങ്കരന്റെ തിരുമുമ്പിൽ സത്തേ ശ്രീശൈലജേ കുടജവാസിനി വാണിമാതേ ശ്രീതൂകിടുന്ന പദധൂളികളാലെ നിത്യം ശ്രീയാർന്ന കൽപ്പതരുവാക്കുക ത്വയേനി മൂകാംബികേ തവ പദാംബുജമെന്റെ കൃത്തിൽ നന്നായി തെളിഞ്ഞു മരുപീഡനമായതിനായി ചെമ്മേ തൊഴുന്നു തിരുമുമ്പിലിവൻ സന്ധ്യക്കെന്നും കനിഞ്ഞിടുക വാണിവിലാസിനി. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നിരോധം എന്നുള്ള ലക്ഷണത്തോടുകൂടി ദശമസ്കന്ധത്തിന്റെ മധ്യഭാഗത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ ഇനി വേദജാത്മോഷണങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇന്നലെ ശാസ്ത്രീയയിലൂടെയും വൃന്ദാവന വിഹാരത്തിലൂടെയും ഒക്കെ എല്ലാം കണ്ണനിൽ അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞതായിട്ടുള്ള ആ ഗോപികമാരെ തനിക്ക് എന്നും പ്രിയനും തൻ്റെ സഹോദര തുല്യനുമായിട്ടുള്ള ആ ഭഗവാനെ ഒന്ന് പരിചയപ്പെടുത്തണം എന്നുള്ളൊരു മോഹം. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭക്തന്മാര് എന്ന് പറഞ്ഞാൽ ജീവനാണ്. നമ്മെ ഭക്ത പ്രണശ്ശേരി എന്നുള്ളൊരു പ്രതിജ്ഞതിന് ആരെ ഇനി എന്തൊക്കെ സംഭവിച്ചു നമ്മൾ ഭക്തനെ ഒരിക്കലും ഒരു അധപ്പതനവും ഉണ്ടാവരുത് എന്നുള്ളൊരു തനിക്ക് ഏറ്റവും തന്നോടൊപ്പം ചേർന്ന് ഇരിക്കുന്നതായിട്ടുള്ള ആ പ്രധാനമന്ത്രിയായിട്ടുള്ള ഉദ്ധവന് വേണ്ടിയിട്ട് ഗോപികമാരുടെ ഓരോ തരത്തിലുള്ള ലീലയിലൂടെ അവരിലുള്ള മാലിന്യങ്ങളെ തുടച്ചു മാറ്റി അവർക്ക് ആ നിത്യാനന്ദത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥയിലേക്ക് അവരെ മാറ്റിയവിടെ. അവരുടെ ഉള്ളിലുണ്ടായിരുന്നൊരു ഒരു എന്താ പറയണ്ടേ ഒരു മതം, ആ സൗഭഗമതത്തെ ഭഗവാൻ ചെറിയ ഒരു ലീലയിലൂടെ രാസലീലയിലൂടെ അത് മാറ്റി. ഇനി അവർക്കെന്തായി, ഇനിയിപ്പം കണ്ണൻ ഇല്ലാത്ത ഒരവസ്ഥ അവർക്കില്ല. അവരതുപോലെ ആ കാട്ടിൽ കിടന്ന് യമുനയുടെ മടിത്തട്ടിൽ കിടന്ന് കരഞ്ഞ് അത് നേടിയെടുത്തു ചെയ്തു. അതുപോലെ തന്നെയാണ് ആ കണ്ണൻ എങ്ങനെയാണോ ഗോപികുമാർ അതേപോലെ എൻ്റെ സമപ്രായമാണെങ്കിൽ പോലും എന്താണ് ഉദ്ധവൻ, ജ്ഞാനിയായിട്ടുള്ള ഉദ്ധവൻ, ആ ഉദ്ധവനെ കൂടി ഉയർത്തിക്കൊണ്ട് വരണം എന്നുള്ള ഒരു മോഹത്തോടു കൂടി ഉദ്ധവന്റെ അടുത്ത് ദൂതുമായിട്ട് പറഞ്ഞു പോകുന്ന രംഗമാണ് 46-ാമത്തെ അധ്യായത്തിൽ. നീനാം പ്രവരോ മന്ത്രി കൃഷ്ണസ്യ ദൈതസ്തഖാഃ ശിഷ്യോ ഗൃഹപദേ സാക്ഷാൽ തവോ ബുദ്ധിസത്തമാ. എല്ലാം കൊണ്ടും ഉദ്ധവൻ ബുദ്ധിസത്തമനാണ് എന്ന് പറഞ്ഞാലോ സത്തിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നയാളാണ് ഉദ്ധവൻ. അപ്പം അങ്ങനെ ബൃഹസ്പതിയുടെ അടുത്ത് നിന്ന് പഠിച്ചതായിട്ടുള്ള വിദ്യകളെ മുഴുവൻ ബുദ്ധിസത്തമനായിട്ടുള്ള ആ ഉദ്ധവനെ ഒരു ദൂതനായിക്കൊണ്ട് തന്നെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഗോപികമാരെ, അതുപോലെ തന്നെ തനിക്ക്
അല്ലേ? ജനിച്ച അന്ന് തന്നെ അവിടുന്ന് മാറ്റി പാർപ്പിച്ചതായിട്ടുള്ള അച്ഛനമ്മമാര്, അപ്പം അവരുടെ അടുത്തേക്ക് വിടാൻ പറ്റിയ ഒരാളെന്ന് പറഞ്ഞാൽ ഉദ്ധവനെ മാത്രമേ ഉള്ളൂ. കാരണം എന്ത്, ഭക്തനും ഭഗവാനുമായിട്ട് വ്യത്യാസമില്ല. ഭഗവാന്റെ മതം എന്താണോ അത് ഭക്തൻ അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയായിട്ടുള്ള ഉദ്ധവനെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ വേണ്ടി തീരുമാനിച്ചത്. ഒരു ദിവസം ഭഗവാൻ ആ ഉദ്ധവനെ വിളിച്ചുകൊണ്ട് ഏകാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് ചെന്നിരുന്ന് തന്റെ ആ ഭക്തകളായിട്ടുള്ള ഗോപികമാരെ കുറിച്ചൊക്കെ പറഞ്ഞു. ഏ ഉദ്ധവ, യച്ഛോത്തവവ്രജം സൗമ്യപുത്രോ നോ പ്രീതിമാവഹ ഗോപീനാം മദ്വിയോഗാദിം സന്ദേശീർവിമോചയ. അഥവാ എന്നെ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവിടെ, ഗോപികമാര്, പോരാ എന്റെ അച്ഛനമ്മമാര്, അവരൊക്കെ ഇപ്പൊ വരും എന്ന് കാത്തുകൊണ്ട് എന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ സമാധാനിപ്പിക്കുന്നത് ഉത്സവന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒക്കെ തന്നെ മാത്രമേ ഭഗവാനെ കുറിച്ച് അറിയാൻ പറ്റുകയുള്ളൂ. ഭഗവാനെ പോലെ മറ്റുള്ളവരിൽ ആശ്വസിപ്പിക്കാൻ സാധിക്കുന്നത് ഭക്തന്മാർക്കേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഗോപികമാരുടെ അവിടെ ചെല്ലണം. അവരെ എങ്ങനെയാണ് എന്നെ തന്മനസ്താ തഥാ മത്പ്രാണാമദർത്ഥേ ത്യക്തദൈകാഃ യേ ത്യക്തലോകധർമാശ്ചമദർത്ഥേതാൻ വിഭർമ്മ്യഹം. എന്നെ തന്നെ മനസ്സിൽ വെച്ച് കണ്ടുകൊണ്ട് ആ പ്രാണൻ പോലും അവരുടെ ഓരോ ശ്വാസോച്ഛ്വാസങ്ങളിൽ പോലും കണ്ണാ കണ്ണാ കണ്ണാന്നുള്ള ഒരൊറ്റ വിചാരത്തിലൂടെയാണ് അവര് ലോകധർമ്മങ്ങൾ പോലും അവര് വേണ്ടാന്ന് വെച്ചുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണ് അവിടെ. ഞാൻ അവിടുന്ന് പോരുന്ന സമയത്ത് അവിടെ പറഞ്ഞു, ഞാന് ഒരു പ്രത്യാഗമന സന്ദേശീർവല്യവ്യോമേ മദാത്മിക. അവിടുന്ന് രഥത്തിൽ കയറി യാത്രയാകുന്ന സമയത്ത് അവരെ കണ്ണുകൊണ്ട് കടാക്ഷിച്ചുകൊണ്ട് ഞാൻ എത്തിക്കോളാം എന്ന് പകരം തന്നെ എന്തായി, എനിക്ക് അവരെ കാണാൻ സാധിക്കില്ല. അവരെ വിട്ടു പോരാൻ വേണ്ടിയിട്ട് സാധിക്കാത്തതുകൊണ്ട് എനിക്ക് മുഖത്തേക്ക് നോക്കാൻ പോലും സാധിക്കാത്തതുകൊണ്ട് എന്തായി, ഞാൻ ദാരികനോട് പറഞ്ഞു, ദാരിക ഗോപികമാരോട് പറയുക വേഗം തന്നെ ഞാൻ തിരിച്ച് വൃന്ദാവനത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞ ആ വാക്കിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നും ആ ഗോപികമാര് എന്നെ കാത്തുകൊണ്ട് ഓരോ നിമിഷങ്ങളും എപ്പോഴാ കണ്ണൻ വരിക എന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ എന്താണ്, കണ്ണൻ വന്നാല് കണ്ണനെ ആദരിക്കേണ്ടതും കണ്ണനെ ചേർത്ത് വെക്കേണ്ടതും ഒക്കെ ഞങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യും, അവരെല്ലാ ജോലികളും മാറ്റിവെച്ച് അല്ലെങ്കിൽ ജോലികളൊക്കെ വേഗം തീർത്ത് കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ട് നേരത്തെ എഴുന്നേറ്റ് ഇങ്ങനെ ഉള്ള ആ ഗോപികമാരുടെ അടുത്ത് ചെന്ന് വേഗം തന്നെ നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ഞാൻ അവിടെ എത്തും. അച്ഛനമ്മമാർ അവരുടെ വിഷമത്തെയൊക്കെ ഇന്ന് അവരുടെ വിഷമത്തെയൊക്കെ ഇല്ലാണ്ടാക്കുവാൻ അത് ഉത്സവന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഉത്സവനെ ആ സന്ദേശം കൊടുത്ത് അവനെ അവിടുന്ന് അങ്ങ് പറഞ്ഞു വിടുകയാണ്. ഉത്സവൻ എന്ത് ചെയ്തു, ആ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് വേഗം തന്നെ പിറ്റേ ദിവസം രാവിലെ രഥമെടുത്ത് നന്ദഗോകുലത്തിലേക്കുള്ള യാത്ര പോകുന്ന വഴി ഭഗവാൻ തന്നായിട്ട് ഈ സന്ദേശത്തെ ഇനി ഒരു കേടും കൂടാതെ, കാരണം തന്നിലുള്ള ഒരൊറ്റ വിശ്വാസം കൊണ്ടാണ് ഭഗവാൻ അച്ഛനമ്മമാരെ സമാധാനിക്കാനായിട്ട് പറഞ്ഞു വിടുന്നത്. എനിക്ക് എങ്ങനെ സമാധാനിപ്പിക്കാൻ പറ്റും? അത് തന്നെ വിചാരിച്ചുകൊണ്ട് നേരെ ആ രഥം ഓടിച്ച് ആ നന്ദഭവനത്തിലേക്ക് എത്താറായി. എത്തിയപ്പോഴത്തേക്ക് ഏകദേശം രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ടെങ്കിലും അസ്തമിക്കുന്ന സമയത്തേക്കാണ് അവിടെ എത്തിയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് പലതരത്തിലുള്ള രംഗങ്ങളാണ് അവിടെ ഉത്സവൻ കാണുന്നത്. അവിടെ കാളക്കൂറ്റന്മാരൊക്കെ തിമിർത്ത് ഓടിക്കൊണ്ടിരിക്കുന്നു അവിടെ. അങ്ങനെയുള്ള ആ കാളക്കൂറ്റന്മാര് പശുക്കളുടെ പുറകെ അവരെ ശല്യം ചെയ്തുകൊണ്ട് അവരുടെ പുറകെ നടക്കുന്നു. ഓരോ പശുക്കുട്ടികളൊക്കെ മേച്ചിലൊക്കെ കഴിഞ്ഞ് ആ തള്ളപ്പശുക്കൾ വരുമ്പോഴത്തേക്കും ആ അകിട് നിറഞ്ഞു വരുന്നതായിട്ട് പശുക്കളുടെ അടുത്തേക്ക് ഓടി വരുന്നതായിട്ടുള്ള ആ പശുക്കുട്ടികള്
അങ്ങനെ ആ സന്ധ്യാസമയത്ത് അവിടെ ഇതസ്തതോ വിലംഗത്തി ഗോവത്സൈർമണ്ഡിതം സിതൈഃ ഗോദോഹ ശബ്ദാഭിനവൈർ വേണൂനാം നിസ്വനേന ച. ഒരു ഭാഗത്ത് അങ്ങനെയല്ല, അകിട് നിറഞ്ഞു വരുന്ന പശുക്കളെ ദാ അങ്ങോട്ട് മാറ്റി നിർത്തി ആ ഗോപികമാര് അവരുടേതായിട്ടുള്ള ആ ഗോരസങ്ങളെ അവിടുന്ന് സ്വീകരിക്കുന്നു. പാല് കറക്കുന്ന സമയത്തും ഒക്കെ എന്താണ്, ആ സന്ധ്യാസമയം എന്നായിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സന്ധ്യാനാമം ഉച്ചരിക്കാതെ പറ്റില്ല. അവര് ഉറക്കെ 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 രാമകൃഷ്ണ ദാമോദര എന്നീ പ്രകാരം അവര് ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ കണ്ണന്റെ കീർത്തനങ്ങൾ പാടിക്കൊണ്ട് തന്നെ ഓരോ ജോലികളും അവരങ്ങനെ ചെയ്ത് വ്രജത്തില് ഉള്ളിലേക്ക് അങ്ങോട്ട് ഉദ്ധവൻ അങ്ങോട്ട് പ്രവേശിച്ചപ്പോഴാണ് എന്താണ്, തനിക്ക് ജഗന്മോഹനമായിട്ടുള്ള ആ വേണുഗാനം ഗോപന്മാര് എല്ലാവരും ആ കണ്ണനെ ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ കണ്ണനെ വിചാരിച്ചുകൊണ്ട് എന്നും രാവിലെ വേണുഗാനം എന്തിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തില് ഗോപികമാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവര് രാവിലെ എല്ലാ ഈ ജോലികളും തീർത്തു വെച്ച് എല്ലാ ജോലികളും തീർത്തു വെച്ച് കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്ന സമയത്ത് ഈ കണ്ണനെ കണ്ടില്ലേലും കുഴപ്പമില്ല, ആ വേണുഗാനം കേൾക്കുമ്പോൾ തന്റെ മനസ്സില് കണ്ണൻ പൂർണ്ണമായിട്ട് നിറയും എന്നുള്ളത് കൊണ്ട് ഗോപന്മാരെന്ത് ചെയ്യും, അവര് വേണുഗാനം ചെയ്യും രാവിലെ. അതുപോലെ തന്നെ അഗ്ന്യർക്കാതിഥി വിപ്ര ഗോവിപ്ര പിതൃദേവാർച്ചനന്വിതൈസ്തൂപദീപൈശ്ച ഗോപാവാസൈർമനോരമം. ഇങ്ങനെ ആ ഒരു ദിവസം പൂർത്തിയാകുന്ന ആ അസ്തമിക്കുന്ന സൂര്യൻ അസ്തമിക്കുന്ന സമയത്തേക്ക് ആകുമ്പോഴേക്കും എല്ലാവരും കൂടി ആ യമുനയുടെ തീരത്തങ്ങോട്ട് കൂടി ഗംഭീരമായിട്ട് കണ്ണന്റെ കീർത്തനങ്ങളും പാടിക്കൊണ്ട് അഗ്നിയെ അഗ്നിഹോത്രങ്ങളൊക്കെ ചെയ്ത് അതുപോലെ ബ്രാഹ്മണര്, പശുക്കള്, പിതൃക്കള്, ദേവന്മാര് ഇവരെയൊക്കെ വേണ്ട പോലെ ധൂപദീപാദികളെ കൊണ്ടൊക്കെ അവിടുന്ന് ഗംഭീരമായിട്ട് അവിടുന്ന് പൂജ കഴിക്കുന്നു. പോരാ, അതിനുശേഷം ഇവരെല്ലാവരും അവരവരുടെ ഗൃഹത്തിലേക്ക് കയറുവാൻ വേണ്ടി വരുമ്പം എല്ലാവരും ഒരുമിച്ചാണ് അവിടെ. ആ വ്രജത്തിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ച് യമുനാ നദീതരത്തിലേക്ക് കൂടിക്കൊണ്ട് സന്ധ്യാനാമമൊക്കെ ചെയ്ത് എല്ലാവരും അവരവരുടെ ആ വാസസ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ കാണാൻ സാധിക്കും എന്താണ്, പൂങ്കാവനങ്ങള് സർവത പുഷ്പിതവനം ദ്വിജാളികുലനാദിതം ഹംസകാരണ്ഡവാകീർണൈ പത്മഷണ്ടൈശ്ചമണ്ഡിതം. ആദ്യം ഈ മൃഗങ്ങളുടെ ചേഷ്ടകളാണ് കണ്ടത്, പശുക്കളുടെ. അവരൊക്കെ എത്ര ഒരു തുള്ളി സന്തോഷത്തോടുകൂടി തുള്ളിച്ചാടിക്കൊണ്ട് കഴിയുന്നു. എന്തേ അതിന് കാരണം, ഗോപികമാരുടെ ഈ നാമസങ്കീർത്തനങ്ങളെ കൊണ്ട് സദാസമയവും എല്ലാവരുടെയും കർണപുടങ്ങളിലേക്ക് ആ മാധുര്യമേറിയതായിട്ടുള്ള തേൻ അല്ലെ, ആ കർണരസായനം പോലെ ഗോപികമാരുടെ വന്ദേ നന്ദപ്രജസ്ത്രീണാം പാദരേണും അഭീഷ്ണശ വ്യാസാംഹരികഥോക്തം പുനാതി ഭുവനത്രയം. സ്വർഗങ്ങളിൽ പോലെ ആകാശവീഥികളിൽ വരെ എത്തുന്ന രീതിയിൽ അവരെ ഉറക്കെ നിലവിളിക്കുന്ന കൃഷ്ണ ദാമോദര ഗോവിന്ദ എന്നുള്ള ആ നാമങ്ങൾ കേട്ട് 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 ആ പശുക്കള് കാളക്കുറ്റന്മാരെല്ലാവരും ഉത്സാഹത്തോടുകൂടി അന്നത്തെ അവരുടെ കപ്പങ്ങൾ കഴിഞ്ഞ് കൂട്ടിലേക്ക് കയറുന്ന രംഗങ്ങളാണ് അവിടെ ആ ഉത്സവം കാണുന്നത്. പോരാ, പിന്നെന്താണ്, അവിടെ ധാരാളം പക്ഷികള് അവരെ ഉത്സാഹത്തോടു കൂടി അവര് പാട്ടുപാടുന്നു. പണ്ടുകൾ ഹരി 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 എന്നുള്ള രീതിയിൽ ഭഗവാന്റെ നാമങ്ങള് ഈ ഗോപികമാര് പാടുന്നത് കേട്ടിട്ടാണോ പണ്ടുകള് മൂളിക്കൊണ്ട് നടക്കുന്നു അവിടെ. ആ പൊയ്കകളിലോ ധാരാളം താമരപ്പൂക്കള്. ആ താമരപ്പൂക്കളൊക്കെ എന്തായി, ഇനി സന്ധ്യയായി ആ അസ്തമനത്തിലേക്ക് എത്തിയപ്പോഴേക്കും ഈ ഗോപികമാരുടെ പാട്ട് കേട്ടുകൊണ്ടാണോ അറിയില്ല, കണ്ണനെ പോലും അവര് തൊഴുത് നിൽക്കാൻ വേണ്ടിയിട്ട് ആ താമരകളൊക്കെ തൂക്കി കുത്തുന്നു. അരയന്നങ്ങള്, കളക്കോഴികള്, ഇങ്ങനെ ധാരാളം പ്രകാരമുള്ള രീതിയിലാണ് യഥാർത്ഥത്തിൽ ഉത്സവൻ ആ ഗോകുലത്തിൽ എത്തിച്ചേർന്നത്. അവിടെ ചെന്നു നേരെ നന്ദഗോപുരുടെയും യശോദയുടെയും അടുത്ത് ചെന്നു.
ശോതാന്തമാരന്മാര് എന്നും ഗോപികമാരെങ്ങനെയാണോ അവിടെ തയ്യാറാക്കുന്നത് അതേപോലെ കുട്ടി വലുതായോ ഇതൊന്നും അവർക്ക് ഇതല്ല. പിന്നെന്താണ് കണ്ണന് കഴിക്കാനുള്ള വെണ്ണ, അവന് കണ്ണന് ചാർത്താനുള്ള ആഭരണങ്ങള്, പീതാംബരപ്പെട്ട്, അതുപോലെ മയിൽപീലി, ആ ഓടക്കുഴല്, ഇതെല്ലാം അമ്പരം, ഇതൊക്കെ യശോദ എടുത്ത് മാറ്റി മാറ്റി വയ്ക്കും. എന്നും വരുമ്പോഴത്തേക്ക് ഇനി താമസിക്കരുതെന്ന് വിചാരിച്ചാൽ അലങ്കരിക്കുവാൻ വേണ്ടിയിട്ട് എടുത്തു വയ്ക്കും. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്താണ് ഉദ്ധവൻ അവിടെ ചെല്ലുന്നത്. ഉദ്ധവൻ കണ്ടപ്പോഴത്തേന് എന്തായി, ഉദ്ധവൻ സാധാരണ രീതിയിൽ ഭഗവാൻ തലേ ദിവസം ധരിച്ചത് എന്താണോ അതൊക്കെയാണോ ഉദ്ധവൻ ധരിക്കുക. അപ്പം ഒരു വ്യത്യാസമില്ല. ഒന്ന്, ഈ വസുദേവരുടെ ഒരു സഹോദരനായിട്ടുള്ള ദേവഭാഗന്റെ പുത്രനാണ് യഥാർത്ഥത്തില് ഈ ഉദ്ധവൻ. അപ്പം ഒരു സഹോദരൻ തന്നെയാണ്. ആ ഉദ്ധവനെ കണ്ടപ്പം എന്നതില്ലാത്ത ഒരു സന്തോഷത്തോടു കൂടി നന്ദൻ ഓടി അവിടെ ചെന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് കണ്ണൻ അല്ല വന്നിരിക്കും. പക്ഷെ അത് ലവലേശം പോലും ഭക്തനായിട്ടുള്ള ഉദ്ധവനെ അത് അറിയിക്കാതെ എങ്ങനെയാണ് നന്ദപ്രീത പരിശ്വര്യ വാസുദേവാധിയാക്ഷയൻ, എങ്ങനെയാണോ കണ്ണനെ സ്വീകരിക്കുന്നത്, കണ്ണന് വേണ്ടിയിട്ട് എടുത്തു വെച്ചതായിട്ടുള്ള വെള്ളം കൊണ്ട് ആ ഉദ്ധവന്റെ പാദം അവിടെ കഴുകി, കണ്ണൻ എടുത്തു വെച്ച വെണ്ണയും പാഴും പലഹാരങ്ങളും ഒക്കെ ഉദ്ധവനെ ഇരുത്തിക്കൊണ്ട് ആസ്വദിച്ച് ഉദ്ധവൻ കഴിക്കുന്നത് കണ്ടുകൊണ്ട് ആ കണ്ണന് കൊടുക്കുന്നതായിട്ടുള്ള നിവേദ്യം പൂജയാണെന്നുള്ളത് ധരിച്ചുകൊണ്ട് അവര് ആനന്ദിച്ചോടെ എത്രയോ കാലമായി ഇന്ന് വരും നാളെ വരും എന്നുള്ള രീതിയിൽ ആ കണ്ണനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെ മോഹിച്ച പിന്നെ അവിടെ ഒരു സംശയം തോന്നിയില്ല. അതാണ് ഭക്തന്മാര് ഭഗവാനെ പോലെയാണെന്ന് പറഞ്ഞത്. ഭഗവാനെ കാണുന്നതിന് തുല്യമാണ് യഥാർത്ഥത്തിൽ. അവർക്ക് അവിടെ ആ കണ്ണൻ അല്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഇല്ലാതെ വേണ്ട പോലെ അവിടെ തുറക്കിരിച്ചോടെ അച്യുതംഗ മഹാഭാഗ സഖാന ശൂരനന്ദന ആസ്തേ കുശല്യപത്യാത്യുക്തോ കണ്ണൻ എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നില്ലേ? സത്തുക്കളും ധർമ്മബോധവും ഉള്ളവരാണ് യഥാർത്ഥത്തില് ഈ യദുവംശത്തിലുള്ള ആൾക്കാർ. അങ്ങനെയുള്ള ഈ സദാചാരം വേണ്ട പോലെ അനുഷ്ഠിച്ചിട്ടുള്ള യദുക്കളെ ഒന്നും കണ്ണന് ആവശ്യമില്ല ഇപ്പൊ, അല്ലെ? ഈ യദുവംശത്തെ ദ്രോഹിച്ചിരുന്നതായിട്ടുള്ള ആ കംസനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണൻ ഇവിടുന്ന് പോയതൊക്കെ അറിയാം. അങ്ങനെയുള്ള കംസനെയും ആ പരിവാരങ്ങളെയും ഒക്കെ അവരുടെ ആ പാപഫലത്തിനനുസരിച്ച് ഉണ്ടായതായിട്ടുള്ള കർമ്മങ്ങൾ മുഴുവൻ, അല്ലെങ്കിൽ ആ ദ്രോഹം മുഴുവൻ അവിടുന്ന് അവസാനിപ്പിച്ചു. അതൊക്കെ വലിയ ഭാഗ്യം തന്നെയാണ് യഥാർത്ഥത്തിൽ. അപ്പൊ നമ്മുടെ ഈ സംരക്ഷണത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള യശോദ, അതുപോലെ തന്നെ മറ്റു ബന്ധുക്കള്, സ്നേഹിതന്മാര്, ഗോപ്യമാര്, എത്രയോ ആൾക്കാരാണ് ഇന്ന് പക്ഷി മൃഗാദികളായിട്ടുള്ളവര്. അപ്പൊ ഇവരൊക്കെ കണ്ണൻ ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ചിരിക്കുന്ന ഇവരെ കുറിച്ച് ഭഗവാൻ ഓർക്കാറുണ്ടോ? അവിസ്മരതി കൃഷ്ണോ മാതരം സുഹൃതീൻ ഗോപാൻ വ്രജം ചാത്മനാഥം ഗാവോ വൃന്ദാവനം. ഈ ഗോവർദ്ധന പർവ്വതം, അതുപോലെ തന്നെ വൃന്ദാവനം, ഗോകുലം, ഇതൊക്കെ കണ്ണൻ മറന്നു. ഇപ്പൊ കണ്ണൻ അതിനെ കുറിച്ചൊന്നും ഓർക്കുന്നേ ഇല്ല. അപ്യായാസ്യതി ഗോവിന്ദ സ്വജനാൻ സഹൃദീക്ഷിതും തർഹി ദ്രക്ഷ്യാമ തദ്വക്ത്രം സുനസം സുസ്മിതേക്ഷണം. സ്വന്തക്കാരെ എന്ന് വിചാരിക്കുന്നതായിട്ടുള്ള കണ്ണനെ സംബന്ധിച്ചിടത്തോളം കണ്ണൻ എല്ലാവരും സ്വന്തമാണ്, ശരി. പക്ഷെ എന്തോ ഞങ്ങള് ഇവിടെ ഈ വ്രജത്തിൽ നിന്ന് കണ്ണൻ ഇത്രയും ഞങ്ങളെ സ്നേഹിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ സ്വന്തമാണ് എന്ന് വിചാരിച്ചു, അല്ലേ? അപ്പം സ്വജനങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഒരിക്കലെങ്കിലും കണ്ണൻ ഇവിടേക്ക് വരില്ലേ ശരിക്കും? ഇനി വന്ന് കിട്ടിയാലോ അല്ലെ, തിരുമുഖ കമലം തമത്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം, ആ നല്ല നാസികകളും ആ ഭഗവാന്റെ തൂമന്തഹാസവും കലർന്നതായിട്ടുള്ള ആ ശ്രീമുഖങ്ങള് എന്നാ ഇനി കാണാൻ സാധിക്കുക? അങ്ങനെ കണ്ണന്റെ കഥകൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഉദ്ധവനോട് നന്ദഗോപര് പറയുക. കൃഷ്ണൻ ഞങ്ങളെ
പണ്ടുണ്ടായിരുന്ന വലിയൊരു കാട്ടുതീ ഉണ്ടായിരുന്നു. നിഷ്പ്രയാസം ആ കാട്ടുതീയിൽ നിന്ന് വലിയൊരു ചുഴലിക്കാറ്റ് വന്ന സ്ഥലത്ത് ചുഴലിക്കാറ്റിൽ നിന്ന്, പേമാരിയിൽ നിന്നും ആ പലതരത്തിലുള്ള രീതിയിൽ വന്നതായിട്ടുള്ള അസുരന്മാര് കാളയുടെ വേഷത്തില്, അതുപോലെ തന്നെ പാമ്പിന്റെ വേഷത്തില്, ബഗന്റെ വേഷത്തില്, കൊച്ചിയുടെ വേഷത്തിലൊക്കെ ആയിട്ട് വന്നതായിട്ടുള്ള അതിൽ നിന്നൊക്കെ എന്തെന്നില്ലാത്ത സ്നേഹം കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചതായിട്ടുള്ള ആളാണ് കണ്ണൻ. മരതാം കൃഷ്ണവീര്യാണി ലീലാപങ്ക നിരീക്ഷിതം ഹസിതം ഭാഷിതം ജാംഗ സർവാനശിഥിലാക്രിയ. അങ്ങനെയുള്ള ആ കണ്ണനെ, ശ്രീകൃഷ്ണന്റെ ഓരോരോ വീരകൃത്യങ്ങളായിട്ടുള്ള ലീലകൾ ഓരോന്നും ഓർക്കുമ്പോ കണ്ണന്റെ ആ ചൂമന്തഹാസം, അഴകാർന്നതായിട്ടുള്ള ആ ഭഗവാൻ കണ്ണന്റെ ആ കടാക്ഷ കണ്ണോട്ടം, അതുപോലെ തന്നെ പുഞ്ചിരി, സല്ലാപങ്ങള്, ഇതെല്ലാം എങ്ങനെയാണ് ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കുക? ഓരോരോ സ്ഥലങ്ങൾ കാണുമ്പോൾ കണ്ണൻ ചെയ്തതായിട്ടുള്ള ലീലകളെ കുറിച്ച് ഓർമ്മ വരും. യമുനയിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാളി നർത്തനം ചെയ്തതായിട്ടുള്ള ഓർമ്മ വരും. അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഒരല് കാണുമ്പോൾ ദാമോദര ലീല ഓർമ്മ വരും. ഇങ്ങനെ ഈ വൃന്ദാവന പ്രദേശങ്ങൾ മുഴുവൻ എന്തായിരുന്നു ശരിക്കും കണ്ണന്റെ ഒരു ക്രീഡാ സങ്കേതങ്ങളായിരുന്നു. അങ്ങനെയുള്ള കണ്ണനെ ഞങ്ങൾക്ക് ഇനി എന്നാ കാണാൻ സാധിക്കുക? അപ്പൊ ഈ ക്രീഡാ സങ്കേതങ്ങൾ മുഴുവൻ കാണുമ്പം കണ്ണനെ കുറിച്ച് തന്നെ ഞങ്ങൾക്ക് ചിന്തയുള്ളൂ. വേറെ ഒന്നും ഗോപികമാർക്കോ അല്ലെങ്കിൽ ഗോപന്മാർക്കോ വേറെ ആർക്കും മറ്റൊരു ചിന്തയിലേക്ക് ഞങ്ങളുടെ മനസ്സിൽ പകർന്നില്ല. അത് വേണ്ട പോലെ സമ്മാനിച്ചിട്ടാണ് നമുക്ക്. അതൊരു ഭാഗ്യം. മന്യേ കൃഷ്ണം ജരാമം ജപ്രാപ്താവിഹതുരോത്തമോ സുരാണാമഹദർത്ഥായ വചനം യഥാ. സത്യത്തിൽ അന്ന് പറഞ്ഞു, ഗർഗാചാര്യർ പറഞ്ഞു, നിസ്സാരക്കാരനല്ല. ഭഗവാൻ തന്നെ നേരിട്ട് പറഞ്ഞു, പുത്രഭാവേന ബ്രഹ്മഭാവേന യഥാർത്ഥത്തില് ഞങ്ങൾ ശരിക്കും ഒരു അഹങ്കാരികളാണോ സംശയം. കാരണം എന്താണ്, ഞങ്ങളുടെ സ്വന്തം മകൻ എന്നുള്ള രീതിയിൽ ഞങ്ങളൊന്ന് മോഹിച്ചതാണോ? കണ്ണനെ സംബന്ധിച്ചിടത്തോളം അതില്ല. കണ്ണൻ എങ്ങനെയാണ്? കണ്ണൻ എല്ലാവരും ഒരുപോലെയാണ്. ഗർഗൻ തന്ന് പറഞ്ഞതുപോലെ തന്നെ അവര് സുരോത്തമോ സുരാണാമഹദർത്ഥായ. ദേവകാര്യത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ ഓരോരോ ലീലകൾ ആടാൻ വേണ്ടിയിട്ട് വന്ന വേഷം കിട്ടിയതാണ് രാമനും കൃഷ്ണനും എന്നൊക്കെ എനിക്കറിയാം. എങ്കിലും അതുകൊണ്ടാണല്ലോ ഇവിടെ 1000 ആനയുടെ ബലമുള്ള ആ കുവലയാപീഠത്തിനെ കൊല്ലണമെങ്കിൽ അത് ആർക്കാ സാധിക്കുന്നത്? ഈശ്വരനല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല. പിന്നെയോ താലത്രയം മഹാസാരം ധനുര്യഷ്ടിമിവേഭരാട് ബ്രഹ്മഞ്ജൈകേന ഹസ്തേന സപ്താഹമദധാഗിരിം. 7 ദിവസം ആ ചെറിയ വിരൽ കൊണ്ട് ആ പർവ്വതത്തെ, ഗോവർദ്ധന പർവ്വതത്തെ നിർത്തണമെങ്കിൽ ഒക്കെ സാധിക്കാതെ. മല്ലന്മാരായിട്ടുള്ള മുഷ്ടിയൻ ചാണൂരന്മാരെയൊക്കെ നിഗ്രഹിക്കുവാനും അതുപോലെ തന്നെ അവിടെയുള്ള ആ ശാപത്തെ ധനുസിനെയൊക്കെ ഒടിക്കുവാനും ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ പ്രളംബൻ, ബഗൻ, ധേനുകൻ തുടങ്ങിയതായിട്ടുള്ള ആ അസുരന്മാരെയൊക്കെ പരാജയപ്പെടുത്തി ഇങ്ങനെയുള്ള രീതിയില് എന്തൊക്കെ ലീലകള് ഭഗവാൻ അവിടെ ചെയ്തോടെ. അങ്ങനെ ആ കൃഷ്ണനില് അനുരക്തമായിട്ടുള്ള മനസ്സോടുകൂടി നന്ദഗോപര് എന്തെന്നില്ലാതെ ഗദ്ഗത കണ്ഠനായിക്കൊണ്ട് ഉദ്ധവനോട് കണ്ണന്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് പറയും. പണ്ട് ഒരിക്കൽ അല്ലെ വസുദേവരെ നന്ദനെ കണ്ടപ്പോൾ വസുദേവര് കണ്ണന്റെ കാര്യങ്ങൾ ചോദിച്ചതുപോലെയാണ് ഇന്ന് നന്ദഗോപര് അന്ന് വിചാരിച്ചു. വസുദേവരോട് പറഞ്ഞപ്പോ വിചാരിച്ചു തന്റെ കൂടെ എന്നും അല്ലെ കണ്ണന് എന്നും എന്റെ കൂടെ ഉണ്ടെന്ന് ഉള്ള ഒരു ധാരണയിരുന്ന ആ വസുദേവരുടെ ദുഃഖമാണ് ഇന്ന് ശരിക്കും നന്ദഗോപർക്ക് വന്നിരിക്കുന്നത്. അല്ലെ, കണ്ണൻ പോയിട്ട് പിന്നെ വന്നിട്ടേ ഇല്ല അവിടെ. അതന്നെ ബുദ്ധൻ അവിടുന്ന് അവരെ സമാധാനിച്ചു. നിങ്ങള് എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ശരിക്ക് അല്ലെ, യുവാം സാഖ്യതമോ നൂനം ദേഹിനാമിഹ മാനദ നാരായണേഖില ഗുരു എത്രയോ ഭക്തി നിറഞ്ഞവനാണ് നന്ദഗോപരെ യശോദ. നിങ്ങൾക്ക് ആ കണ്ണനെ സ്വന്തം മകനായിട്ട് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഈ ദേഹം ധരിച്ചവരില് നിങ്ങൾ രണ്ടുപേരും തന്നെ ശരിക്കും പറഞ്ഞാല് എന്താണ്, ശ്ലാഘിക്കപ്പെടേണ്ടവരാണ് ശരിക്കും. ഇങ്ങനെയുള്ള അഖില ഗുരുനാഥനായിട്ടുള്ള നാരായണനെ അവർക്ക് സ്വന്തം മകനായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തൊരു ഭാഗ്യമാണ് ശരിക്കും. കാരണം ലോകത്തിലാകമാനം ഗുരുവായിട്ടുള്ള ആ നാരായണനില്
ഇങ്ങനെ ഒന്ന് മനസ്സുറപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയല്ലേ ഈ ജന്മത്തിന്റെ സാഫല്യം. സദാസമയത്തിലെ അന്തേ നാരായണ സ്മൃതി. നമുക്കൊക്കെ നാരായണ സ്മൃതി ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിക്കണം. ഇവർക്ക് അങ്ങനെയില്ല. കാരണം എന്താണ്, ഏത് രംഗങ്ങൾ കണ്ടാലും ഭഗവത് അഖിലാത്മനി എന്നുള്ള ഒരു ഭാവത്തിലേക്ക് ഇവർ എത്തിക്കഴിഞ്ഞു. ഇനി അതിനപ്പുറത്തേക്ക് കൃഷ്ണൻ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ ഉള്ളിൽ മുഴുവൻ കൃഷ്ണൻ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കുക അവിടെ. അപ്പൊ കൃഷ്ണൻ ലോകത്തിന്റെ തന്നെ ഒരു ബീജം ആണ് എങ്കിൽ ബലരാമൻ എന്താണ്? ബലരാമൻ ക്ഷേത്രമാണ്, ശരീരം. ആ ശരീരത്തിന്റെ ഉള്ളിലെ ശ്വാസോച്ഛ്വാസം കൃഷ്ണനാണെങ്കിൽ അത് ഈ ശരീരം ബലരാമനായിട്ടാണ് അവിടെ പറയുന്നത്. രാമോ മുകുന്ദ പുരുഷപ്രധാനം ഏതൗ ഹി വിശ്വസ്യ ച ബീജയോനി അന്വീയ ഭൂതേഷു വിലക്ഷണസ്യ ജ്ഞാതസ്യ ദേശാതകിമൗ പുരാണൗ. അപ്പം ബലരാമൻ ശരിക്കും എന്തായി അവിടെ? ബലരാമൻ പ്രകൃതിയാണെങ്കിൽ ആ പ്രകൃതിക്കുള്ളിൽ അല്ലെ ആ അനന്തശായി ആയിക്കൊണ്ട് പത്മനാഭസ്വാമി ആയിട്ട് കിടക്കുമ്പോൾ എന്താണ്, ആ പ്രകൃതി ശരീരത്തിന്റെ ഉള്ളിലുള്ള ആ പുരുഷനാണ് യഥാർത്ഥത്തിൽ ആ കണ്ണൻ. അത് ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. പലതരത്തിലുള്ള ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരാള് അല്ലെങ്കിൽ ഒരു മനുഷ്യനെന്നോ മൃഗമെന്നോ സത്യമെന്നോ എല്ലായിടത്തും തന്റെ ഒരു ആ ജീവൻ എന്നുള്ളൊരു അംശം അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരേ അളവിലാണ് കൊടുത്തിരിക്കുന്നത്. യസ്മിൻ പ്രാണവിയോഗകാലേ ക്ഷണം സമാവേശ്യ മനോവിശുദ്ധം നിർഹൃത്യ കർമാശയമാശുയാതി പരാംഗതിം ബ്രഹ്മമയോർക്കവർണ്ണ. അതുകൊണ്ട് ആ ജീവജാലങ്ങളുടെ ഒക്കെ ഉള്ളില് അന്തര്യാമിയായിക്കൊണ്ട് പ്രവേശിച്ച് അവയുടെ ഒക്കെ അവയിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഒരു ജീവന്റെയും നിയന്താക്കളാണ് യഥാർത്ഥത്തില് ആ രാമകൃഷ്ണന്മാര്. അത് മനസ്സിലാക്കുക. ഓരോ എന്താണ് ജീവന്റെയും കാരണരൂപന്മാരാണ് യഥാർത്ഥത്തില് രാമകൃഷ്ണന്മാര്. അതുകൊണ്ട് പ്രാണവിയോഗ കാലത്ത് അല്പമെങ്കിലും അവിടുന്ന് ഒരു മനോനൈർമല്യത്തോടെ അവരില് ധാരണ ചെയ്യുന്നത് കൊണ്ട് ആ കർമ്മവാസന പൂർണ്ണമായിട്ട് നിശേഷം നിങ്ങളിൽ നിന്ന് വിട്ടുപോയത് കൊണ്ടാണ് കണ്ണനെ കുറിച്ച് തന്നെ നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കുന്നത്, ധാരണ ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ ആദിത്യനെ പോലെ തേജോമയനായിട്ടുള്ള ആത്മസ്വരൂപമായിട്ടുള്ള ആ ബ്രഹ്മഭാവത്തെ കൈക്കൊണ്ട് വേഗം തന്നെ ആ ഗതിയിലേക്ക് ഭഗവാനിലേക്ക് തന്നെ എത്തിച്ചേരാൻ നിങ്ങളിപ്പോ എന്താണ് ശരിക്ക് ജീവൻ മുമുക്ഷുക്കളായിട്ട് മാറിയപ്പോ ശരിക്കും മുമുക്ഷുക്കൾ തന്നെയാണ്. കാരണം എന്താണ്, ആ കണ്ണനെ തന്നെ ചിന്തിച്ച് കണ്ണനെ കാണണം എന്നുള്ളൊരു ചിന്ത ഉള്ളിൽ ഉറപ്പിച്ചോടെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ വേറെ ഒരു ചിന്തയ്ക്ക് അവിടെ അടിസ്ഥാനമില്ല. അവിടെ അതിലൊന്നും കാര്യമില്ല. അതുകൊണ്ടാണല്ലോ ലോകധർമ്മം പോലും ഉപേക്ഷിച്ചുകൊണ്ട് ഗോപികമാര് കണ്ണന് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്ത് തീർക്കുകയാണ് അവിടെ. എന്തായാലും അവിടെ ആ അജ്ഞാന അന്ധകാരത്തെ ഒക്കെ ഇല്ലാണ്ടാക്കുന്നതായിട്ടുള്ള കണ്ണൻ നിങ്ങൾക്ക് ഇപ്പോ പൂർണ്ണമായിട്ടും സ്വന്തമായിരിക്കുകയാണ് അവിടെ. ഈ പ്രപഞ്ചത്തിൽ ആകമാനം എന്താണ് ഇവിടെ പറയുന്നുണ്ട്, തസ്മിൻ ഭവന്ത അഖിലാത്മഹേതോ നാരായണേ കാരണമർത്യമൂർത്തോ ഭാവം വിധത്താം നിതരാം മഹാത്മൻ കിം വാവശിഷ്ടം ഉപയോ സുകൃത്യം. നന്ദഗോപരെ യശോദ നന്ദനോട് പറയുകയാണ്, ഈ പ്രപഞ്ചത്തിലെ ആകമാനമുള്ള സർവ്വജീവജാലങ്ങളുടെയും ഉള്ളിൽ ആത്മസ്വരൂപേണ ഈ കണ്ണൻ വർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമല്ലേ എന്നാ ചോദിക്കുന്നത്. ഇവിടെയുള്ള ഈ വൃന്ദാവനത്തിലുള്ള വണ്ടുകളിലും ഈ ഗോപന്മാരുടെയും ഗോപികമാരുടെയും പശുക്കളുടെയും കുയിലിന്റെയും മയിലിന്റെയും ഒക്കെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ കണ്ണനെ ആസ്വദിക്കാൻ ഇനി അപ്പുറത്തേക്ക് ഒരു ഭാഗ്യം എവിടെയാ ഉള്ളത്? അപ്പൊ അങ്ങനെ കാരണഭൂതനായിട്ടുള്ള ഭഗവാനെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കണ്ണനോ രാമനോ ഇവിടെ പറഞ്ഞില്ല. ഈ കാണുന്നതായിട്ടുള്ള ചരാചരങ്ങളുടെ ഉള്ളിൽ അന്തര്യാമിയായിക്കൊണ്ട് കണ്ണനും ആ ശരീരം എന്നുള്ളത് പ്രകൃതിയായിക്കൊണ്ട് ആ രാമനെ ആയിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നില്ലേ? ഇതെന്തിനാ നിങ്ങൾ പേടിക്കുന്നത് അവിടെ? അപ്പം ഇവിടെ എന്താണ് ശരിക്ക് ഇവിടെ ഭഗവാൻ ആ മർത്യാവതാരം എടുത്തുകൊണ്ട് ആ ശ്രീനാരായണൻകൾ നിങ്ങൾ രണ്ടുപേരും യശോദയും ആ നന്ദഗോപരും അത്യന്തം എന്താണ് പ്രേമഭാഗത്തോടുകൂടി ആ കണ്ണനെ വേണ്ട പോലെ പരിചരിച്ചതിന്റെ ഭാഗ്യം കൊണ്ടാണ് നിങ്ങൾക്ക് സദാസമയവും കണ്ണനെ കുറിച്ച് ഓർക്കാനും സ്മരിക്കാനും അല്ലെ എപ്പോഴും
ആ ആ ഒരു എന്താണ് കർമ്മത്തിന്റെ ഭാഗ്യം എന്താണ് ശരിക്കും? അതൊരു വലിയ സുഹൃതമാണ് ശരിക്കും. ഈ സുഹൃത, അതായത് കുംഭാവശിഷ്ടം യോ സുഹൃത്യം, എത്രയോ ഭാഗ്യമാണ് നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കും ശരിക്കും. അപ്പം പിന്നെ ഇതിൽ വിഷമിക്കേണ്ട കാര്യം എന്താണ് ശരിക്കും? അപ്പൊ ആ സുഹൃതത്തിന്റെ പേരില് എന്തുകൂടി ചെയ്യുവാൻ വേണ്ട വെച്ചാൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്നർത്ഥം. ഇനി വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല. ഇതാണ് യഥാർത്ഥത്തില് നരജന്മത്തിന്റെ ഏറ്റവും പരമഹംസ ഗതി എന്ന് പറയുന്ന ഇതാണ്. ആഗമിഷ്യത്യദീർഘേണ കാലേന വ്രജമച്യുത പ്രിയം വിധാസ്യതേ പിത്രോർ ഭഗവാൻ സാത്വതാം പതിയേ. അതുപോലെ ഭഗവാൻ വേഗം നിങ്ങളുടെ അടുത്തേക്ക് എത്തും, അവിടെ വേണ്ടതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെയൊക്കെ സാധിച്ചു തരും എന്ന് പറഞ്ഞ് അച്ഛനമ്മമാരെ വേണ്ട പോലെ ഇതാ അവിടെ ഉദ്ധവൻ പറഞ്ഞു മനസ്സിലാക്കി. എന്നിട്ട് പറഞ്ഞു ആ ശത്രുവായിട്ടുള്ള കംസനെ നിഗ്രഹിച്ച ശേഷം അവിടെ പലതരത്തിലുള്ള ഇനിയും ഉള്ള മറ്റ് അസുരന്മാരെയൊക്കെ ഇതാ അവിടുന്ന് നിഗ്രഹിച്ചുകൊണ്ട് മല്ലയുദ്ധം കൊടുമ്പിരി കൊണ്ട് ഇരിക്കുന്ന സമയത്താണ്. അതെല്ലാം വേണ്ട പോലെ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് ആഖിത്യതം മഹാഭാഗോ ദ്രക്ഷ്യത കൃഷ്ണമന്തികെ അന്തർഹൃതി സഭൂതാനാമാസ്തേ ജ്യോതിരിവൈധസി. അവിടെ ആ നിങ്ങള് യഥാർത്ഥത്തിൽ ആരാണ് ശരിക്കും? ഭാഗ്യവാന്മാരാണ് നിങ്ങൾ. ഒരിക്കലും നിങ്ങൾക്ക് കരയാനുള്ള അവസ്ഥയില്ല ശരിക്കും. നിങ്ങൾ കരഞ്ഞാൽ പിന്നെ മറ്റുള്ളവർ അദ്ദേഹം ആലോചിച്ച് നോക്കൂ. ഇത്രയും ഭാഗ്യം ചെയ്ത ഒരു ജന്മം ഇനി വേറെയില്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ കരയരുത്. കൃഷ്ണനെ അടുത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ എങ്ങനെയാണോ ഒരു വിറക് കൊള്ളിക്ക് അകത്ത് അഗ്നി ഉണ്ടെന്ന് നമ്മൾ സ്ഥാപിക്കുന്നത് പോലെ ഇതാ അദ്ദേഹം എല്ലാവരുടെയും ജീവജാലങ്ങളുടെയും ഉള്ളില് അന്തര്യാമിയായിക്കൊണ്ട് ആത്മസ്വരൂപമായിക്കൊണ്ട് കുടികൊള്ളുന്ന ആളാണ് കൃഷ്ണൻ. ഇങ്ങനെയുള്ള കൃഷ്ണനെ നിങ്ങൾക്ക് എവിടെയാ എപ്പോ കാണണം? നിങ്ങൾക്ക് ഏത് ജീവജാലങ്ങളും, ഒരു ഇറുമ്പാണെങ്കിലും അല്ല ഒരു കൊതുകായാലും അതിന്റെ ഉള്ളിൽ കൃഷ്ണൻ ഉണ്ടെന്ന് മനസ്സിലായിക്കൊള്ളുക. അങ്ങനെ സദാസമയവും ആ കണ്ണനെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നക്യസ്യാസ്തി പ്രിയ കശ്ചിന്ന അപ്രിയോ വാസ്തവാസ്ത്യമാനിനാം നോത്തമോ നാഥമോ നാപി സമാനസ്യ സമോപിമാ. യഥാർത്ഥത്തിൽ ഭഗവാൻ ആരാ ശരിക്കും? ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ദേഹാഭിമാനങ്ങൾ ഒന്നുമില്ലാത്ത ആളാണ്. എല്ലായിടത്തും എന്താണ്? സമഭാവനയോടുകൂടി മാത്രം. ആരെയെങ്കിലും മിത്രമായിട്ടോ അല്ലെങ്കിൽ ശത്രുവായിട്ടോ ഒന്നും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇല്ല. അവിടെ ന മാത ന പിതാ തസ്യ ന ഭാര്യ ന സുതാദയ ആത്മീയോ ന പരശ്ചാപി ന ദേഹോ ജന്മയേ. അച്ഛൻ എന്നുള്ള ഒരു അവസ്ഥ ഇല്ല അല്ലെ? ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ എന്നില്ല, അതുപോലെ അമ്മയില്ല. അമ്മ എന്നുള്ള പിതാവോ ഭാര്യയോ സന്താനമോ സ്വന്തക്കാരോ എന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ഒന്നും തന്നെ ഭഗവാന് പ്രത്യേകിച്ചില്ല. ഭഗവാൻ എന്താണ്? എല്ലാവരും ഭഗവാനാണ് ശരിക്കും. ഭഗവാനാണ് എല്ലാം എങ്കിൽ പിന്നെ ഭഗവാന്റെ എന്ന് പറയാനുണ്ടോ അവിടെ? അവിടെ ആ സമഭാവന. അതുകൊണ്ട് ജന്മമോ അല്ലെങ്കിൽ മരണമോ ഇതൊന്നും ഭഗവാനെ അവിടെ ബാധിക്കുന്നില്ല. ശരീരമോ ഒന്നും അവിടെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് ആ ലോകത്തിലുള്ള എല്ലാ പ്രാരബ്ധ കർമ്മം ഒന്നും ആ രാമകൃഷ്ണന്മാരെ ഒരിക്കലും ബാക്കിയില്ല. എത്രയോ അല്ലെ ലീലകളിലൂടെ കാണിച്ചു തന്നു. അവിടെ വിറകുകൊള്ളി എടുത്തതും അല്ലെ, അതുപോലെ തന്നെ തത്തയുടെ ചുണ്ടിന്റെ ഇടയിൽ കൊണ്ട് കൈയിട്ടതും അല്ലെ, ശൃംഗിയുടെ കൊമ്പിന്റെ ഇടയിൽ കൂടെ കയറാൻ തുടങ്ങിയതും കിണറ്റിലേക്ക് ചാടാൻ തുടങ്ങിയതും എത്ര രംഗങ്ങള് നിങ്ങളെ കാണിച്ചു തന്നു മനസ്സിലാക്കാൻ വേണ്ടി. അന്ന് പറഞ്ഞു ഭഗവാൻ അല്ലെ, പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസക്. അതുകൊണ്ട് നിങ്ങള് ആ കണ്ണനെ ഓർത്തുകൊണ്ട് ഇനി വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലാവരുടെയും സജ്ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നചാസ്യ കർമ്മവാ ലോകേ സഹസന്നിശ്രയോനിഷു ക്രീഡാർത്ഥസോപി സാധൂനാം പരിത്രാണായ കൽപ്പതെ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. അല്ലെ, ഇതിനു വേണ്ടിയിട്ട് ഭഗവാൻ ഇവിടെ ആ എന്താണ് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സജ്ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവിടെ പലതരത്തില് സാത്വികം രാജസം താമസം മിശ്രം തുടങ്ങിയതായിട്ടുള്ള പല ഭാവത്തില് ഭഗവാൻ ഇവിടെ പല പല ഗുണങ്ങളെ ആശ്രയിച്ചുകൊണ്ട് അവതാരം സ്വീകരിക്കുകയാണ് അവിടെ. അതുകൊണ്ട് ആ ഭഗവാൻ അന്തര്യാമിയായിക്കൊണ്ട് ആ എന്താണ് നന്ദഗോപരുടെയും യശോദയുടെയും ഹൃദയങ്ങളിൽ തന്നെ ഉണ്ടല്ലോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. പിന്നെ ഇനി എവിടെയാ അന്വേഷിച്ചു പോകേണ്ടത്? ഇനി എവിടെയാ പിന്നെ അന്വേഷിച്ചു പോകേണ്ടത്? അങ്ങ് നിങ്ങളുടെ ഉള്ളില് ആ കണ്ണൻ ഉള്ളതുകൊണ്ടല്ലേ സദാസമയവും കണ്ണൻ ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തി വരുന്നത്.
അതുകൊണ്ട് ഇനി കണ്ണനെ അന്വേഷിച്ചു പോകണ്ട. ഈ ഹിരണ്യകശിപുവിന്റെ ഉള്ളിൽ ചെന്ന് കണ്ണൻ ഒളിച്ചിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് മനസ്സിലാക്കാൻ അസുരന്മാർക്ക് ചിലപ്പോൾ മനസ്സിലായിരുന്നില്ല. പക്ഷെ ഭക്തന്മാർക്ക് അറിയാൻ പറ്റും. അല്ലെ? ഭക്തന്മാർക്കറിയാം ഓരോരോ സംഭവങ്ങൾ കഴിയുമ്പോഴും താനല്ല ഇതൊന്നും ചെയ്തത് എന്നുള്ള സത്യം നമുക്ക് ഓരോ സമയത്തും നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് അതോപോലെ അങ്ങയുടെ ഉള്ളില് കണ്ണൻ ഉള്ളത് കൊണ്ടാണ് ഓരോ ലീലകളും അങ്ങയെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്നവിടെ പറഞ്ഞവിടെ നിൽക്കുമ്പോഴാണ് അങ്ങനെയുള്ള നിർഗുണനായിട്ടുള്ള ഭഗവാൻ സത്വം രജസ തമസ എന്നീ ഗുണങ്ങളെയൊക്കെ അവലംബിച്ചുകൊണ്ട് ഈ സജ്ജനങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി പല തരത്തിലുള്ള ഭാവങ്ങൾ, അല്ലെ? കാലോ ദൈവം കർമ്മജീവ സ്വഭാവോ ബ്രഹ്മം ക്ഷേത്രം പ്രാണ ആത്മാ വികാര തത്സംഘാതോ ബീജരോഗ പ്രവാഹസ്വന്മായേഷ നിഷേധം പ്രപത്തി. കാലമായിട്ടും ദൈവമായിട്ടും പ്രാണനായിട്ടും ജീവനായിട്ടും ഒക്കെ അതിൻ്റെയൊക്കെ ബീജമായിക്കൊണ്ട് എല്ലാത്തിലും അത് എങ്ങനെയാ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഭക്തന്മാർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. യുവയോരേവ നൈവായമാത്മജോ ഭഗവാൻ ഹരി സർവേഷാമാത്മജോ യാത്മാ പിതാ മാതാ ഈശ്വര. അതുകൊണ്ട് പറയാറുണ്ട്, ഭഗവാന്റെ ആ ചില്ലീലതകളാകുന്ന ആ പുരികക്കൊടി ഒന്ന് ചലിച്ചാല് ഈ ലോകങ്ങൾ മുഴുവൻ പ്രകമ്പനം കൊള്ളും എന്ന് പറയുന്നതിന്റെ കാര്യം എന്താ ശരിക്ക് ഭഗവാന്റെ പുരികക്കൊടികൾ ഒന്ന് ചലിച്ചാൽ അത് എല്ലാത്തിലും ഈ ഭഗവാൻ തന്നെ നിൽക്കുന്നത്, അല്ലെ? എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ഭഗവാൻ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ ഭഗവാൻ ഉണ്ടാകുന്ന ഒരു അനക്കം പോലും ഈ പ്രപഞ്ചത്തെ മുഴുവൻ അവിടെ ബാധിക്കുന്നു എന്ന് പറയാണ്. കൺമിഴിച്ച് വെട്ടിക്കഴിഞ്ഞാൽ ചുറ്റുപാടുള്ള ഒക്കെ ഇങ്ങനെ ഭ്രമണം ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ആ ചിത്തം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ, അല്ലെ, ഒന്നിനെ തന്നെ ഇങ്ങനെ ചിന്തിച്ച് അവിടുന്ന് ജീവിക്കുമ്പോൾ പലതും നമ്മളിൽ നിന്ന്, നമ്മളുടെ കർമ്മങ്ങൾ പോലും പലതും നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത്. അപ്പം നിങ്ങൾക്ക് ആ കണ്ണനെ കുറിച്ച് സദാസമയവും നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ വൈരാഗ്യം എന്നുള്ള ഒരു അവസ്ഥ എന്നേ കൈവന്നു എന്ന് ആ ഭാഗ്യം കൊണ്ട് അവിടെ പറയാണ്. അതുകൊണ്ട് ആ ശ്രീകൃഷ്ണൻ നിങ്ങളുടെ മാത്രം പുത്രനാണെന്ന് വിചാരിക്കരുതേ, അല്ലേ? അതാണ് സർവേഷാമാത്മജോത്യാത്മ. എല്ലാവരുടെയും പുത്രനാണ് ഭഗവാൻ, എല്ലാവരുടെയും ശത്രുവാണ് ഭഗവാൻ, എല്ലാവരുടെയും മിത്രമാണ് ഭഗവാൻ, എല്ലാവരുടെയും അമ്മയാണ്, അച്ഛനാണ്. അതാണ് സർവേഷാത്മജോത്യാത്മ പിതാമാതാ ഈശ്വര. അപ്പം നിങ്ങളുടെ മാത്രം പുത്രനല്ല, എല്ലാവരുടെയും പുത്രനാണ്, എല്ലാവരുടെയും ആത്മാവാണ്, അതുപോലെ തന്നെ അച്ഛനാണ്, അമ്മയാണ്, എല്ലാം ആണ്, രക്ഷിതാവാണ്, ഒക്കെയാണ്. അതുകൊണ്ട് പറയാണ് യഥാർത്ഥത്തില് ഇവിടെ ഉദ്ധവൻ പറയുന്ന ഈ ഭൗതിക വീക്ഷണത്തില് ഒരിക്കലും ദേവകി വസുദേവന്മാരുടെ പുത്രനാണെന്നോ അല്ലെങ്കിൽ നന്ദഗോപരുടെ ശോതാനന്ദഗോപരുടെ വളർത്തിയതായിട്ടുള്ള, അല്ലെ, പുത്രന്മാരാണ് രാമകൃഷ്ണന്മാര്, ഇങ്ങനെയുള്ള അതെല്ലാം മാറ്റിയിട്ട് ആ ആധ്യാത്മികമായിട്ടുള്ള വീക്ഷണങ്ങളിലൂടെ ഉദ്ധവൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവിടുന്ന് ആ നന്ദഗോപരെയും യശോദയെയും ഒക്കെ സമാധാനിപ്പിച്ചു. ഇപ്പൊ എന്തായി? ഇപ്പം അതാണ് ഉദ്ധവനെ പറഞ്ഞു, ഉദ്ധവോ ബുദ്ധിസത്തമ, അല്ലെ? ഉദ്ധവനെ പറഞ്ഞു വിടാൻ തന്നെ കാരണം അതാണ്. ഇത്രയും കാലം അങ്ങനെയല്ല, കണ്ണൻ വന്ന കണ്ണനെ കണ്ടാലേ തീരുമാനമാവും. അതുകൊണ്ടാണ് എല്ലാം എടുത്തു വെച്ച് ഇവിടെ തയ്യാറായിട്ടിരിക്കുന്നത്. പക്ഷേ ആ നന്ദഗോപര് തന്നെ എന്ത് ചെയ്തു? കണ്ണൻ എടുത്തു വെച്ച വെണ്ണ അത് ഉദ്ധവന് കൊടുക്കാൻ തയ്യാറായി. അവിടെ എന്തേ അങ്ങനെ കാണിച്ചത്? എന്തേ അങ്ങനെ ചെയ്യാൻ പറ്റിയത്? അത് ഭക്തനെ കണ്ടാൽ ആ ഭക്തന്റെ ഉള്ളില്, അല്ലെങ്കിൽ കണ്ണനെ പോലെ തന്നെയുള്ള ഒരു സാമീപ്യം ഒരു ഭക്തനിൽ നിന്ന് കാണും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ അത് ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് അതിനെ ഊട്ടി ഉറപ്പിച്ചു കൊടുത്തോടെ. ഇത് ഭഗവാൻ തന്നെ കരിഞ്ഞു കൊടുത്തു സത്യത്തിൽ നന്ദഗോപർക്ക്. പക്ഷെ ഉദ്ധവൻ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഭക്തന്മാർക്ക് അറിയില്ല അവർ ചെയ്യുന്നതെല്ലാം എന്താണ്, മറ്റുള്ളവർക്ക് ഈശ്വര തുല്യമായിട്ടുള്ള രീതിയിലാണ് അവരുടെ സ്ഥിതികളെ കുറിച്ച് അവരറിയുന്നില്ല. പക്ഷെ അത് എന്താണ്, ഇന്നിപ്പോ ഉദ്ധവൻ അത് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലായത്. ഓരോ ലീലകളും പുറകോട്ട് ചിന്തിച്ച് പോകുമ്പോൾ ഗോപികമാര് അവിടെ യശോദയുടെ നന്ദഗോപരുടെ അടുത്തേക്ക് വരുമ്പോഴും ഗോപന്മാർ വരുമ്പോഴും അവരോട് ചെയ്തതായിട്ടുള്ള ആ ഈശ്വരന് തുല്യമാണ് ഓരോ പ്രാണികളെ പോലും ഇന്ന് നന്ദഗോപരും യശോദയും അവിടുന്ന്. കാരണം അതാണ് കണ്ണന്റെ ആഗ്രഹത്തായിരുന്നു. കുട്ടിക്കാലം മുതൽ എന്താണ്, ഗോപികമാരുടെ വീടുകളിൽ ചെന്ന അവർക്ക് വേണ്ടതായിട്ടുള്ള ഐശ്വര്യങ്ങളെ കൊടുക്കുന്ന രീതിയാണ് എങ്കിൽ ആ കണ്ണനെ പ്രിയമായിട്ടുള്ള എല്ലാത്തിനെയും അവർക്കും പ്രിയമായിക്കൊണ്ട് ഈശ്വരന് സമർപ്പിക്കുന്നത് പോലെ അവർ ചെയ്തു. പക്ഷേ ഇതിന്റെ ഈ സത്യത്തെ ഉറപ്പിച്ചത് ആരാണ്? ഉറപ്പിച്ചത് ഉദ്ധവനാണ് അവിടെ. അപ്പം ഈ
ആധ്യാത്മിക വീക്ഷണത്തിൽ ഈശ്വരന് മാതാപിതാക്കന്മാരില്ല, പുത്രൻ എന്നുള്ളതില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കൊടുത്തു. ദൃഷ്ടം ശ്രുതം ഭൂതഭവ്യ ഭൂതഭവൽ ഭവിഷ്യ മഹദൽപകം ച വിനാച്യുതാസ്തു തരാം നവാച്യം സയേവം സർവം പരമാർത്ഥഭൂത. സത്യസ്വരൂപനായിട്ടുള്ള ആ ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഹേ നന്ദഗോപനെ ഒന്നും തന്നെ വേറെയില്ല. പരമാർത്ഥമായിട്ടുള്ള യാതൊന്നുണ്ടോ അതെല്ലാം എന്താണ്? അതെല്ലാം അദ്ദേഹം തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഹലേ വിഷ്ണു ജലേ വിഷ്ണു അല്ലേ, സർവ്വതും നോക്കിക്കഴിഞ്ഞാൽ അത് വിഷ്ണുമയമാണെന്നുള്ളൊരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. ഭൂതമായിക്കോട്ടെ, വർത്തമാനമായിക്കോട്ടെ, ഭാവി ആയിക്കോട്ടെ, എല്ലാ കാലത്തും സ്ഥാവര ജംഗമ വസ്തുക്കളുടെയും ഉള്ളിൽ കൃഷ്ണനും പുറമേ രാമനുമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് ഇനി കണ്ണനെ അന്വേഷിച്ച് നിൽക്കണോ അല്ലെങ്കിൽ ആലോചിച്ച് നിൽക്കേണ്ട കാര്യമില്ല എന്ന് ഒക്കെ അവിടെ ആ കണ്ണന്റെ വിഭൂതികളെയൊക്കെ പറഞ്ഞ് ആ അച്ഛനമ്മമാരെ വേണ്ട പോലെ മനസ്സിലാക്കി. അവിടെ അങ്ങനെ ഉദ്ധവനും ആ നന്ദഗോപനും കൂടെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്തേക്കാണ് എപ്പോഴാ വന്നത്? ശരിക്കും സന്ധ്യയായപ്പോ വന്നെങ്കിലും ഇതാ ഇപ്പോ രാത്രി അങ്ങ് അർദ്ധരാത്രിയോട് അടുത്തോടെ ആ രാത്രി കഴിഞ്ഞു പോയി. വേഗം തന്നെ ആ ഉദ്ധവന് അന്ന് അവിടെ കഴിയാനുള്ള അല്ലെ, നമുക്ക് വേണ്ടപ്പെട്ടവർ വന്നു കഴിഞ്ഞാല് സമയം പോകുന്ന അറിയാൻ സാധിക്കില്ല. ഇപ്പൊ നമ്മളും അതെ, 8:30 നിർത്തണോ അല്ല എപ്പോഴാ നടന്നേ അറിയില്ല. എന്തായാലും അതുകൊണ്ട് ആ ഉദ്ധവന് വേഗം തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. വേഗം തന്നെ പ്രഭാതമായി കഴിയുമ്പോഴത്തേക്കും ഉദ്ധവൻ എന്തായി? ഉദ്ധവൻ എവിടുന്നൊക്കെയോ ഇങ്ങനെ എന്താണ് നാമസങ്കീർത്തനത്തിന്റെ രാമകൃഷ്ണ ഗോവിന്ദ എന്നുള്ള നാമം മാത്രമേ ഉള്ളൂ അവിടെ. ഉൽക്കായദീനാമരവിന്ദലോചനം വ്രജാംഗനാനാം ദിവമസ്പൃശധ്വനി നിർമന്ധന ശബ്ദമിശ്രിതോ നിരസ്യതേന ദിശാമമംഗളം. ഉദ്ധവൻ രാവിലെ ആ പ്രഭാതത്തിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കണം. കാരണം ഭഗവാൻ 2:30-3 മണിയാകുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ ഉദ്ധവൻ എന്താണ്? ഉദ്ധവൻ അതിനു മുമ്പ് എഴുന്നേക്കണം. കാരണം ഭഗവാനെ ഉള്ളതെല്ലാം തയ്യാറാക്കി വെക്കുവാനുണ്ട്. അങ്ങനെയുള്ള ഉദ്ധവൻ ആ ബ്രാഹ്മമുഹൂർത്തത്തില് എഴുന്നേറ്റപ്പോഴാണ് മനസ്സിലാകുന്നത് ആ വ്രജത്തിലുള്ള ഗോപികമാര് മുഴുവൻ എന്താണ്? കണ്ണൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണം. കണ്ണന് അലങ്കാരം, കണ്ണന് രാവിലെ അഷ്ടമംഗലങ്ങൾ കാണാനുണ്ട്. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കണ്ണന് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കാൻ വേണ്ടി അവർ തയ്യാറാവുന്നു. അവിടെ അവര് ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോഴും എന്താണ്? കണ്ണന്റെ പാട്ട് അതെ പ്രത്യൂഷീലുദ്ധീതരായി എന്ന് ഗോവിന്ദ ദാമോദരായ എന്നീ പ്രകാരം ഇങ്ങനെ കൃഷ്ണ ഗോവിന്ദ ദാമോദര എന്നിങ്ങനെ ആ കീർത്തനങ്ങൾ ഇങ്ങനെ കണ്ണൻ അവിടെ വന്നോന്ന് തന്നെ ഉദ്ധവൻ സംശയിച്ചവിടെ. നീ തന്നെ പറ്റിച്ചിട്ട് നീ അതിനിടയിൽ കണ്ണൻ ഇവിടെ എത്തിയോ? കാരണം കണ്ണനെ കണ്ട് മുമ്പിൽ കണ്ടുകൊണ്ട് വിളിക്കുന്ന പോലെയാണ് ഗോപികമാരെ. ഉദ്ഗായതീനാം അരവിന്ദലോചനം. പിന്നെ ആ എന്താണ് തൊണ്ട തുറന്ന് കണ്ണനെ വിളിക്കുന്നത് കേൾക്കുമ്പം കണ്ണൻ അവിടെ എത്തിയത് പോലും അവിടെ സംശയിക്കുകയാണ്. അങ്ങനെ നന്നായി അവിടെയൊക്കെ തെളിയിച്ച് എന്താണ് അടിച്ചു വാരി വൃത്തിയാക്കി ചാണകം തെളിച്ച് അവിടെ ചെന്ന് ആ മുമ്പിൽ തന്നെ കണ്ണന് വരുമ്പോഴേക്ക് കയറുവാൻ വേണ്ടിയിട്ട് അവിടെ ആ കോലമൊക്കെ വരച്ച് വിളക്ക് വെച്ച് ഗോപികമാര് ആ കുടങ്ങൾ എടുത്ത് കയറുകൊണ്ട് കെട്ടിക്കൊണ്ട് അവരിതാ ആ പെണ്ണ എടുക്കുന്ന രംഗം കണ്ടപ്പോഴേക്കും ആ യശോദ എങ്ങനെയായിരുന്നു അല്ലെ? ക്ഷൗമം വാസ പൃഥുകെട്ടി തട്ടേ സൂത്രനർത്ഥം. ആ യശോദ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടിക്കൊണ്ട് ആ തൈര് കടഞ്ഞ അതേ രീതി അത് ആരാ പറഞ്ഞു കൊടുത്തത്? ഗോപികമാര് പറഞ്ഞു കൊടുത്തതാണ് യശോദയ്ക്ക്. അങ്ങനെ ആ കയർ വലിക്കുന്ന കൈകള് ഇളകുന്ന സമയത്തുണ്ടായി അവരുടെ വളകളുടെ ശബ്ദങ്ങള്, നൂപുരങ്ങളുടെ ആ അരമണികളുടെ എല്ലാ ശബ്ദങ്ങളോടും കൂടിക്കൊണ്ട് കണ്ണന്റെ ആ കീർത്തനങ്ങൾ കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം ഉദ്ധവന് മനസ്സിലായി അവിടെ. പിന്നെ അത് തന്നെയല്ല, അവിടെ അവര് തൈര് കടയുന്ന സമയത്ത് അവരിതാ ആ ഭഗവാന്റെ കീർത്തനങ്ങള് ഉറക്കെ 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 ഗാനം ആലപിക്കുന്നതോടെ അങ്ങനെയുള്ള ഈ നാമങ്ങളാണ് നന്ദഗോപുരോട് പറയാണ് ഗോപികമാരുടെ ഈ നാമങ്ങളാണ് സ്വർഗത്തെ പോലും ഇന്ന് അല്ലെ സുരലോകത്തിലുള്ള ദേവന്മാർക്ക് പോലും എന്താണ് വന്ദേ നന്ദവ്രജ സ്ത്രീണാം പാദരേണും അഭീഷ്ണശ യാസാം ഹരികഥോൽഗീതം പുനാതി ഭുവനത്രയം. ആ ഒരു ധ്വനി ഈ ദിഗന്തരങ്ങളാൽ മുഴുവൻ എല്ലായിടത്തും ചെന്നങ്ങ് തട്ടുമ്പോഴേക്കും
ഇതാണ് സർവത്ര ഈ ലോകത്തുള്ള എല്ലാ മംഗളങ്ങളെയും ഇല്ലാണ്ടാക്കുന്നതായിട്ടുള്ള നാമസങ്കീർത്തനങ്ങൾ, ഗോവിന്ദ, ദാമോദര, മാധവ എന്നുള്ള ആ ഭഗവാന്റെ നാമങ്ങള്, അങ്ങനെ ആ ഭഗവാന്റെ അവദാനങ്ങള് ആണ് അവര് ശരിക്കും ഉച്ചത്തിൽ ആ ഭഗവാനെ കണ്ടുകൊണ്ട് പാടുന്നത് പോലെയാണ് ഉദ്ധവൻ അവിടെ തോന്നുന്നത്. ഭഗവത്യുദിതേ സൂര്യേ നന്ദദ്വാരി പ്രചൗദസാ ദൃഷ്ട്വാ രഥം ശാതകൗംഭം കസ്യായമിതി ചാബ്രുവൻ. ഗോപികമാരെ ഓരോ ലീലകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കിയപ്പോഴാണ് അവര് ആ പ്രഭാതം ഏകദേശം സൂര്യൻ അങ്ങോട്ട് ഉദിച്ചു വന്നു, ഏകദേശം അല്ലെ രോമം കാണാറായ ഒരു സമയത്തായപ്പോഴത്തേക്കും നേരെ ആ നന്ദഗോപന്റെ യുഗത്തിലേക്ക് നോക്കുക, ഇനി കണ്ണൻ വന്നോ എന്ന് എന്നും നോക്കുന്ന ഒരു അവസ്ഥ. ഇന്ന് നോക്കുമ്പോഴാണ് ഒരു രഥം കണ്ടപ്പോഴത്തേക്കും ആദ്യം പേടിയാ ഉണ്ടായത്. കാരണം എന്താണ്, ഇങ്ങനെ ഒരു രഥം ഒരിക്കൽ വന്നപ്പോഴാണ് ആ അക്രൂരല്ലേ തന്നെ ഈ ഭഗവാനെ കൂട്ടിക്കൊണ്ട് പോയത് എന്നുള്ള രീതിയിൽ അവര് നോക്കിയവിടെ. അക്രൂര ആഗത കിംവാർത്ഥസാധക ഏന നീതോ മധുപുരീം കൃഷ്ണ കമലലോചന. ഇനിയും അയാൾ പിന്നെ വേണമെന്നോ ഇവിടെ ഈ അക്രൂരൻ, ഇനി എന്തിനാ അയാൾ ഇനി ഇങ്ങോട്ട് വരുന്നത്? ഇനിയിപ്പോ ഇവിടെ എന്താ ഉള്ളത്? കൃഷ്ണനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ എന്താ ഇവിടെ ഇനിയിപ്പോ എന്താണ്? വെറും ജീവച്ഛവങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ഇനി ചിലപ്പോ അവർക്ക് അയാളുടെ മന്ത്രിയായിട്ടുള്ള കംസനെ നിഗ്രഹിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി കംസൻ എന്താണ് ഗതി കിട്ടണം. ഇനി ഗതി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഞങ്ങളുടെ ഈ ശരീരം കൊണ്ട് അല്ലെ കൊണ്ടുപോയാൽ അതിനു വേണ്ടിയിട്ടാണോ ഇനിയിപ്പോ ഇയാളുടെ വരവ് എന്നുള്ള രീതിയിലൊക്കെ അവര് നമ്മുടെ ആ എന്താണ് കിംസാധയിഷ്യത്യസ്മാഭിർഭർത്തു പ്രേതസ്യ നിഷ്കൃതി, ആ കംസന് ഗതി കിട്ടുവാൻ വേണ്ടി ഇനി ഞങ്ങളുടെ ശരീരം എന്താണ് ഇല്ലാണ്ടാക്കിക്കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ അവര് പറഞ്ഞു. ഗോപികമാര് ഇതെല്ലാം പറഞ്ഞു വേഗം അവര് യമുനയിൽ ചെന്നു. അവര് അവിടെ ചെന്ന എല്ലാവരും കൂടി ആ പാട്ട് പാടി കീർത്തനം പാടിക്കൊണ്ടേ ഉള്ളൂ, എല്ലാത്തൊരു സമയമില്ല ശരിക്കും. അങ്ങനെ ആ സ്നാനാദികള് പ്രാതകൃത്യങ്ങളൊക്കെ നിർവഹിച്ച് നേരെ അവര് തിരിച്ച് ആ നന്ദഭവനത്തിലേക്ക് വരുമ്പോഴാണ് ഉദ്ധവനെ കാണുന്നത്. ഉദ്ധവനെ കണ്ടപ്പോ തന്നെ എന്തെന്നില്ലാത്ത ഒരു കാരണം, എന്നും അവര് ആ മൈപ്പീലി ചൂടി ആ ഗോപിക്കുറി തൊട്ട് പീതാംബരം അണിഞ്ഞ് ആ ചുവന്ന് തൊടുത്തതായിട്ടുള്ള തൃപ്പാദങ്ങള്, നൂപുരങ്ങള് അല്ലെ, ആ പൊന്നരഞ്ഞാണം, ഇങ്ങനെയുള്ള രൂപം ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ടു നടക്കുന്ന ആ ഗോപികുമാരുടെ മുമ്പില് ഒരു ഗോപിക്കുറി തൊട്ട ഒരാൾ നിന്നാൽ അത് കൃഷ്ണന്റെ അല്ലാതെ ആവോ? അവര് വേഗം തന്നെ അടുത്ത് ഭഗവാൻ നീ വേഷം മാറി അവരുടെ അടുത്തേക്ക് എത്തിയതാണോ സംശയം അവർക്ക്. വേഗം തന്നെ ആ ഗോപികമാര് അടുത്തേക്ക് അവിടെ ചെന്നു. അങ്ങനെ ആ ഗോപികമാർക്ക് വേണ്ടതായിട്ടുള്ള സന്ദേശമൊക്കെ ആണ് ഇനി ഉള്ള ഭ്രമരഗീതമൊക്കെ. അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ പാരായണം ചെയ്തതിന് ശേഷം ബാക്കി പാരായണം പറയാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 45-ാമത്തെ അധ്യായം പാരായണം ചെയ്യാനുള്ളത്. പാർവതി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. 45-ാമത്തെ അധ്യായം പാരായണം ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് പാരായണം ചെയ്തതിനു ശേഷം ബാക്കിയുള്ള ഗോപികമാര് എങ്ങനെയാണോ ആ ഉദ്ധവനോടുള്ള സാമീപ്യവും പിന്നെ ഉദ്ധവൻ ആ ഗോപികമാരെ സമാധാനിക്കുന്നത് 5 ശ്ലോകങ്ങളെ കൊണ്ട് ആ ഗോപികമാർക്ക് പാദങ്ങളിൽ വീണ്ടും നമസ്കരിക്കുന്ന ആ ഉദ്ധവനെ അതിനുവേണ്ടിയാണ് ഉദ്ധവനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നതിന് യഥാർത്ഥമായിട്ടുള്ള അറിവെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ജ്ഞാനം പലതും കിട്ടും. ഇവിടെ അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത വ്രജസുന്ദരികളായിട്ടുള്ള ആ ശുദ്ധ മനസ്സുകളായിട്ടുള്ള ഗോപികമാരിലാണ് ഭഗവാന്റെ നാരദമഹർഷി പോലും പറയുന്നില്ലേ, ഭഗവന്മാരുടെ ലക്ഷണങ്ങൾ പറയുമ്പോൾ തത്ര ഗോപിക എന്ന് പറയുന്നുണ്ട്. അവിടെ ുള്ള ഗോപികയെ കണ്ട് മനസ്സിലാക്കണം. അതാണ് യഥാർത്ഥത്തില് പരാവിദ്യ അപരാവിദ്യ എന്നുള്ളത്. അപ്പം അത് നമുക്ക് കുറച്ച് പാരായണം ചെയ്തതിനു ശേഷം മനസ്സിലാക്കാം. ഇപ്പം പാരായണം ചെയ്യാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.